പാട്രിയോട്ട് ഒരു സർപ്രൈസ് പാക്കേജ്. മലയാളത്തിൽ പുതിയ ചരിത്രം കുറിക്കാനൊരുങ്ങുന്ന പാട്രിയോട്ടിനെ കുറിച്ച് സംവിധായകൻ മഹേഷ് നാരായണൻ പറഞ്ഞ വാക്കുകൾ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരം: ഒരുപാട് സർപ്രൈസുള്ള സിനിമയാണ് പാട്രിയോട്ട്. ഒരു കൊമേഴ്ഷ്യൽ റൈഡായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. എഴുതി കഴിഞ്ഞപ്പോൾ മമ്മൂക്കയോട് പറയാമെന്ന് തോന്നിപ്പോയൊരു കഥയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ വളർന്നത്. ലാൽ സാർ വന്നു, ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, രേവതി ചേച്ചി, അങ്ങനെ നിരവധി പേർ വന്നു. എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ അവതരിപ്പിക്കാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു പുതിയ ലാംഗ്വേജ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. ഒരു യുണീക്ക് ഫാക്ടർ സിനിമയിലുണ്ടാകും. ഒപ്പം പൊളിറ്റിക്കൽ കൂടിയാണ് ചിത്രം. 10 ദിവസത്തോളം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുള്ള സീനുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായും ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന നിരവധി സീനുകളുണ്ട് എന്നാണ് മഹേഷ് നാരായണൻ പറഞ്ഞത്. വിമത ശബ്ദങ്ങൾ ദേശസ്നേഹത്തിന്റേതാണ്. ദേശദ്രോഹികൾ നിറയുന്ന ഈ ലോകത്ത് ഒരു ദേശസ്നേഹിയാകൂ എന്ന കുറിപ്പോടെയാണ് സിനിമയിലെ അഭിനേതാക്കളുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടത്. ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ നേരത്തെ പുറത്തുവരികയും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ സിനിമയുടെ ഹൈലൈറ്റായി മാറുമെന്നുള്ള സൂചനയാണ് ടീസർ നൽകിയത്. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി അവതരിപ്പിക്കുന്ന സിനിമയായിരിക്കും പാട്രിയോട്ട് എന്നും ടീസർ കാണിച്ചു തരുന്നു. മലയാള സിനിമയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സാങ്കേതിക മേന്മയോടൊരുക്കുന്ന പാട്രിയോട്ട് 2026 ഏപ്രിൽ 23 തിയേറ്ററിലെത്തും. വെക്കേഷൻ റിലീസ് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ കളക്ഷനുകൾ നേടാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.